നമസ്കാരം. ഇന്ന് വേൾഡ് നോ ടുബാക്കോ ഡേ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 നമ്മൾ ആചരിക്കുന്നു. ഞാൻ ഡോക്ടർ ശബരിനാഥ് PS, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്. നമ്മൾ നോ ടുബാക്കോ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടുബാക്കോയുടെ വിവിധ തരം ഉപയോഗങ്ങൾ വരുന്നു. നമ്മൾ ഇത് പുകവലിയായും പാൻ മസാല പോലെയും സിഗരറ്റ് മുഖാന്തരവും ഉള്ള ഒരുപാട് രീതികളിൽ നമ്മൾ പുകയില ഉൽപ്പന്നങ്ങൾ വിവിധ തരത്തിൽ ഓരോ വ്യക്തികളും ഉപയോഗിക്കുന്നു. നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിൽ ഏകദേശം 8 മില്യൺ മരണങ്ങൾ ഉണ്ടാകുന്നത് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലമാണ്. ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷം മരണങ്ങളോളം പ്രതിവർഷം പുകയില ഉൽപ്പന്നങ്ങൾ മൂലം ഉണ്ടാകുന്നു. പുരുഷന്മാരാണ് കൂടുതലും ഇന്ത്യയിലും കേരളത്തിലും ഇവ ഉപയോഗിക്കുന്നത്. ഏത് രീതിയിലുള്ള പുകവലി ആയിക്കോട്ടെ, പുകയില ഉൽപ്പന്നങ്ങളായിട്ടുള്ള പാൻ മസാല, സിഗരറ്റ് എന്തു തന്നെയാണെങ്കിലും അതൊന്നും ആരോഗ്യത്തിന് ഭൂഷണമല്ല. ഏകദേശം 7000 കെമിക്കലുകളോളം പുകവലിയിൽ നിന്ന് മാത്രമായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 200-ന് മുകളിലുള്ള കെമിക്കലുകൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ്. ഇതിനകത്ത് നിക്കോട്ടിൻ എന്ന് പറഞ്ഞ രാസവസ്തുവാണ് അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിച്ച് ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു രാസവസ്തു റിലീസ് ചെയ്യുകയും ഇതിന് ഹാപ്പി ഹോർമോൺ എന്നാണ് പറയുന്നത്. നമുക്ക് വളരെ പ്ലഷർ നൽകുന്ന ഒരു ഹോർമോണാണ്. ഇത് ലഭിക്കുന്നത് വഴി നമുക്കിത് വീണ്ടും ഉപയോഗിക്കണമെന്നും ഇത് കൂടുതലായി ഈ ഡോപ്പമിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി കൂടുതൽ സിഗരറ്റ് വലി അല്ല പാൻ മസാല എന്നിവ ഉപയോഗത്തിലേക്ക് പോയി ഇതൊരു ഹാബിറ്റായിട്ട് മാറുന്നു. ഇതാണ് നമുക്കിതിൻ്റെ അഡിക്ഷൻ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം. ഇതിനെ നമുക്ക് 2 രീതിയിൽ അഡ്രസ്സ് ചെയ്യണം. ഒന്ന്, പുകവലി അല്ലെ പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവർ. 2, ഇതുവരെ അത് തുടങ്ങാത്തവർ. തുടങ്ങിയവരോട് എനിക്ക് നൽകാനുള്ള ഉപദേശം, ഇന്ന് സ്മോക്കിംഗ് സെസേഷൻ ക്ലിനിക്ക്, അഡിക്ഷൻ സെൻറ്റേഴ്സ് തുടങ്ങിയവ വിവിധ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ അവൈലബിളാണ്. നിങ്ങളുടെ ഈ ദുശീലം മാറ്റാനായിട്ട് വേണ്ട എല്ലാവിധ സഹായങ്ങളും അവിടെ ലഭ്യമാണ്. ഇത് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ആകെ നിങ്ങൾക്കിത് മാറ്റണമെന്നുള്ള ശക്തമായ ആഗ്രഹം ഉണ്ടാകണമെന്ന് മാത്രം. ഇനി ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു ബിഗ് നോ ആയിരിക്കണം ഇതിനു മുമ്പിൽ. ഒരിക്കൽ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞല്ലോ, നിക്കോട്ടിൻ നമ്മുടെ അഡിക്ഷൻ റാങ്കിങ്ങിൽ എടുക്കുകയാണെങ്കിൽ 4ാമത്തെ റാങ്കാണ് നിക്കോട്ടിനുള്ളത്. മദ്യപാനത്തെക്കാളിലുമൊക്കെ ഒത്തിരി ഉയർന്ന റാങ്കാണ് നിക്കോട്ടിനുള്ളത്. ഏകദേശം ഹീറോയിൻ, കൊക്കൈൻ എന്നീ മയക്കുമരുന്നിനോടൊപ്പം നിൽക്കുന്ന ഒരു അഡിക്ഷൻ പൊട്ടൻഷ്യലുള്ള ഒരു മോളിക്യൂളാണ് നിക്കോട്ടിൻ. അപ്പോൾ ഇതൊരിക്കലെങ്കിലും ഉപയോഗിച്ചാൽ നിങ്ങൾക്കത് വീണ്ടും ഉപയോഗിക്കാനുള്ള ആഗ്രഹം തീർച്ചയായും ഉടലെടുക്കും. അതുകൊണ്ട് ഒരിക്കൽ പോലും ഇത് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു ബിഗ് നോ നാളെ ഒരു വലിയ വിപ്ലവമായി മാറട്ടെ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ പുകവലി ഉൽപ്പന്നങ്ങൾക്കെതിരെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാം. ഈ പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിവിധ തരം അസുഖങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ക്യാൻസർ, ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പക്ഷാഘാതങ്ങൾ, സന്ധികൾക്കുള്ള പ്രശ്നങ്ങൾ, പ്രത്യുത്പാദന ശേഷിയുടെ കുറവുകൾ, രക്താർബുദം തുടങ്ങി ഒട്ടനവധി ക്യാൻസറുകൾക്കും ക്യാൻസർ ഇതര രോഗങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ് ഈ പുകവലി. അപ്പോൾ എൻ്റെ ഒരു ഓങ്കോളജിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ OPയിൽ വന്നിട്ടുള്ള രോഗികൾ, എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം, 30 വയസ്സ് 40 വയസ്സ് പ്രായമുള്ളവർക്ക് പോലും വായിലെയും തൊണ്ടയിലെയും ക്യാൻസറും മറ്റുമായിട്ട് വരികയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്ര ചെറുപ്പത്തിലേ ഇത് വരാനുള്ളതിൻ്റെ മുഖ്യമായ കാരണം പുകയില ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾക്കിത് ഒഴിവാക്കേണ്ട ഒരു ദുശീലം തന്നെയാണ്. അപ്പോൾ ഈ ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് നോ ടുബാക്കോ ഡേയുടെ ഈ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. നമുക്കിത് ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാം. നന്ദി, നമസ്കാരം.